everyone. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ആണ് സൊല്യൂഷൻസ്. സൊല്യൂഷൻസ് നമ്മളുടെ സെക്കൻഡ് ചാപ്റ്ററിലെ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ്. ഓക്കെ, ഇറസ്പെക്റ്റീവ് ഓഫ് വാട്ട് എക്സാം ഈ ടോപ്പിക്കിൽ നിന്ന് 100% ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടാൻ ഉള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ആൻഡ് ദെൻ ഇതിൽ ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസും ആകാം, ഇതിൽ ന്യൂമെറിക്കൽസും ആകാം. ഓക്കെ, സോ നിങ്ങൾ ഏത് എക്സാമിന് ഏത് എക്സാമിന് പ്രിപ്പയർ ചെയ്താലും ഈ ടോപ്പിക്ക് മിസ് ഔട്ട് ചെയ്യരുത്. മേക്ക് ഷുവർ യു സ്റ്റഡി ദിസ് ടോപ്പിക് വെരി വെൽ and go for your exams. And it's not just about exams, even this thing is the concepts, ee topic lolla concepts nu parayunnathu ningalku even in future it will be really useful. So you need to understand what exactly these things are, okay? And then don't worry about the numericals. We'll discuss a lot, like all the types of numericals that will be possible from this section. So let's start. Okay, yeah, before directly going into today's topic, that is solutions, I would like to give you a broader picture. നമ്മളിപ്പോൾ വരെ ഒത്തിരി ടോപ്പിക്സ് പഠിച്ചു ചാപ്റ്റർ 2-ൽ, പക്ഷേ ഐ ജസ്റ്റ് വാണ്ടഡ് കി ദാറ്റ് നിങ്ങൾക്കൊരു ഓവർവ്യൂ കിട്ടണം. ബിക്കോസ് ഇറ്റ്സ് ഐ പേഴ്സണലി ഫീൽ ദാറ്റ് to have a broader picture is very important for you to have a clear understanding. സോ നമ്മൾ പ്യുവർ സബ്സ്റ്റൻസസിനെ കുറിച്ച് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചായിരുന്നു, എലിമെന്റ്സ്, കോമ്പൗണ്ട്സ്, എവറിഥിങ്, റൈറ്റ്? അത് കഴിഞ്ഞ് നമ്മൾ മിക്സ്ചേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്കായിരുന്നു എടുത്തത്. മിക്സ്ചേഴ്സിൽ നമ്മൾ അതിനെ ഹോമോജീനിയസ് മിക്സ്ചേഴ്സ് ആയിട്ടും ഹെറ്ററോജീനിയസ് മിക്സ്ചേഴ്സ് ആയിട്ടും ക്ലാസിഫൈ ചെയ്ത് പഠിച്ചായിരുന്നു. അവിടെ നമ്മളത് പഠിച്ചപ്പോൾ ഞാൻ മെൻഷൻ ചെയ്തായിരുന്നു ദാറ്റ് സൊല്യൂഷൻസ് എന്ന് പറയുന്നത് ഹോമോജീനിയസ് മിക്സ്ചേഴ്സ് ആണ്, അതേസമയത്ത് സസ്പെൻഷൻസും കൊളോയിഡ്സും എന്ന് പറയുന്നത് ഹെറ്ററോജീനിയസ് മിക്സ്ചേഴ്സ് ആണ്. ഓക്കെ, സോ ഇന്ന് നമ്മളുടെ ഫോക്കസ് എന്ന് പറയുന്നത് ഈ സൊല്യൂഷൻസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഇനിയും വരാൻ പോകുന്ന അപ്കമിങ് ടോപ്പിക്സിൽ നമ്മൾ ഈ രണ്ട് ടോപ്പിക്സ് ആയിരിക്കും കവർ ചെയ്യാൻ പോകുന്നത്, ദാറ്റ് ഇസ് സസ്പെൻഷൻസ് ആൻഡ് കൊളോയിഡ്സ്. സോ ടുഡേ വിൽ ബി സ്റ്റഡിങ് ഓൾ ദ ഡീറ്റെയിൽസ് അബൌട്ട് സൊല്യൂഷൻസ്. ഓക്കെ, സോ നമ്മൾ സൊല്യൂഷൻസിനെ കുറിച്ച് ഇന്ന് എന്നാ പഠിക്കാൻ പോകുന്നത് നമുക്ക് ഒന്ന് നോക്കാം. സോ ദിസ് ഇസ് ദ റോഡ് മാപ്പ് ഫോർ ടുഡേസ് വീഡിയോ. നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് സൊല്യൂഷൻസിനെ ഡിഫൈൻ ചെയ്താണ്. ഓക്കെ, സൊല്യൂഷൻസ് എന്താണെന്നുള്ളത് അത് കഴിഞ്ഞ് നമ്മൾ അവിടെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. നമുക്കൊരു മിക്സ്ചർ തന്നു കഴിഞ്ഞാൽ അത് സൊല്യൂഷൻ ആണോ അല്ലയോ എന്ന് ഐഡന്റിഫൈ എങ്ങനെ ചെയ്യാൻ പറ്റുമെന്നുള്ളത്. ദർ ആർ സർട്ടൻ കണ്ടീഷൻസ് വിച്ച് യു നീഡ് ടു ചെക്ക്. ഇഫ് ദാറ്റ് കണ്ടീഷൻസ് ആർ സാറ്റിസ്ഫൈഡ് ദെൻ ദാറ്റ്സ് എ സൊല്യൂഷൻ. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് കമ്പോണൻസ് ഓഫ് എ സൊല്യൂഷൻ. ഓക്കെ, then it will be followed by a very very important topic within this section, that is solution, that is concentration of solution. കോൺസെൻട്രേഷനെ എക്സ്പ്രസ് ചെയ്യാൻ വേരിയസ് പാരാമീറ്റേഴ്സ് ഉണ്ട്, നമ്മൾ അതെന്തൊക്കെയാണെന്നുള്ളത് നോക്കും ഡീറ്റെയിൽ ആയിട്ട്. ഓക്കെ, ആൻഡ് വിൽ ബി ഡിസ്കസിങ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ന്യൂമെറിക്കൽസ് ദാറ്റ്സ് പോസിബിൾ ഫ്രം ദിസ് സെക്ഷൻ ടു ബി ആസ്ക്ഡ്. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ then comes types of solutions. See, I have just put a star over here. I just want to say that നമ്മൾ types of solution എന്നുള്ള ഹെഡിങ്ങിൽ ഒരു സെപ്പറേറ്റ് ഡിസ്കഷൻ കാണുകയല്ല. ആസ് ആൻഡ് വെൻ റിക്വയർഡ് നമ്മൾ ഈ റിമൈനിങ് ടോപ്പിക്സ് കവർ ചെയ്യുമ്പോഴത്തേക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സൊല്യൂഷൻസ് എന്ന് പറയുന്ന ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും when and where required. Okay, so I'll be mentioning that this is a type of solution I'm talking about based on some certain parameters. Okay, so I won't be separately taking a topic like type of solution. With the flow of the topic I'll be mentioning when and where it will be required. Okay, then last topic ആണ് നമ്മളുടെ solubility എന്നാന്ന് നമ്മൾ നോക്കും. പിന്നെ solubility എങ്ങനെയാണ് രണ്ട് പാരാമീറ്റർ ടെമ്പറേച്ചർ ആൻഡ് പ്രഷറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. Okay, so this is a brief overview of what you are going to learn today. So let's start by defining what solution is. Solution എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമുക്ക് ഡിഫൈൻ ചെയ്യണമെങ്കിൽ it's something like this. A solution is defined as a homogeneous mixture of two or more chemically non-reacting substances whose composition can be varied within limit. ഓക്കെ, എന്നാലും ഇവിടെ മൂന്ന് നമുക്ക് കാര്യങ്ങൾ ഓർത്തിരിക്കണം when you are defining solution. ഒന്ന്, സൊല്യൂഷൻ ഒരു ഹോമോജീനിയസ് മിക്സ്ചർ ആണ്. രണ്ടാമത്തെ കാര്യം അതിൻ്റെ കമ്പോണൻസ് എന്ന് പറയുന്നത് നോൺ റിയാക്ടിങ് ആണ്. ആൻഡ് ഫൈനലി നമുക്ക് അതിൻ്റെ കോമ്പോസിഷൻ എന്ന് പറയുന്നത് വേരി ചെയ്യാം വിതിൻ ലിമിറ്റ്സ്, ദാറ്റ് ഈസ് ഫ്രം സീറോ കോൺസെൻട്രേഷൻ ടു ദർ ഇസ് എ മാക്സിമം ലിമിറ്റ്. ഓക്കെ, സോ യു ക്യാൻ വേരി ഇറ്റ് ഇൻ ബിറ്റ്വീൻ. ഓക്കെ, സോ this is how you can define solutions. Now
The next thing is ഞാനിപ്പോൾ നിങ്ങൾക്കൊരു mixture തന്നു and I ask you whether this is a solution or not. So to check that, you just need to cross check two conditions. The first one is that ആ മിക്സ്ചറിന്റെ components എന്ന് പറയുന്നത് നോൺ റിയാക്ടിങ് ആണോ എന്ന് നോക്കണം. Okay, if it is non reacting, the first condition is satisfied. Then the next condition is that നിങ്ങൾ നോക്കണം ആ mixture homogeneous mixture ആണോ എന്ന്. അത് homogeneous ആണെങ്കിൽ second condition is also satisfied, and when these both conditions are satisfied, that is the components of mixture are non-reacting and the mixture is homogeneous, then ആ mixture എന്ന് പറയുന്നത് ഒരു solution ആയിരിക്കും. Okay, so keep it in mind. Now we'll be discussing about the components of a solution. Actually ഒരു solution എന്ന് പറയുന്നതിനകത്ത് it can have many components in it. Okay, like for example നമ്മളുടെ sea water എടുക്കുക. Sea water is a solution which consists of many components in it, like sodium chloride, magnesium chloride, calcium chloride, magnesium sulfate, etc. So it has so many components in it. പക്ഷേ for our convenience sake, we'll be discussing about a binary solution. So from solutions can have many components, but we'll be discussing now all about binary solutions. Binary എന്ന് പറയുമ്പോൾ ആ പേരിൽ തന്നെയുണ്ട് binary solutions എന്ന് പറയുമ്പം അതിന് രണ്ട് components ആണുള്ളത്. Okay, ആ രണ്ട് components എന്ന് പറയുന്നത് ഒന്നാണ് solute and the other one is solvent. Okay, so സൊല്യൂട്ടും സോൾവെന്റും കൂടെ കമ്പൈൻ ചെയ്താണ് we get binary solution. So solute എന്ന് പറയുന്നത് is that which is in less in amount. എന്തിൻ്റെയാണോ amount കുറവ്, that will be solute. അതേ സമയത്ത് the one with more of it will be solvent. Okay, എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഷുഗർ സൊല്യൂഷൻ എടുത്തു കഴിയുമ്പോൾ ഒബ്വിയസ്ലി ഷുഗറിന്റെ amount കുറവായിരിക്കും നമ്മൾ എടുക്കുന്ന വെള്ളത്തിനേക്കാളും. Say, okay, let it be like I take one big ഒരു ജഗ്ഗിനകത്ത് നിറച്ച് വെള്ളം എടുത്തു, അതിൽ ഞാനൊരു 3-4 സ്പൂൺ ഷുഗർ ഇട്ടു. ഓക്കെ, സോ ഷുഗറിന്റെ amount കുറവാണ്, ഷുഗർ ഇസ് ദ സൊല്യൂട്ട് there and water is the solvent there. I hope നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ട്, റൈറ്റ്? സോ സൊല്യൂട്ടും സോൾവെന്റും കൂടെ കൂടി, that is the two components which gives us binary solutions. So from now on, when I am saying solutions, we are talking about specifically binary solutions. Okay, so I won't be again and again saying it's a binary solution, it's a binary solution. Whenever I'm solutions to mention ചെയ്യുമ്പം, you need to understand that we are talking about binary solutions. That's what is within your scope of your syllabus. Okay, okay, so you have to so from now on solutions have two components, one is solute, another one is solvent. But ഇതൊരു കാര്യം മറക്കാതെ ഓർത്ത് വെച്ചോണം, that സൊല്യൂഷൻസിന് രണ്ട് കമ്പോണന്റ് മാത്രമേ പോസിബിൾ ഉള്ളൂ എന്നുള്ളത് പറയുന്നത് റോങ് ആണ്. ഒരു സൊല്യൂഷന് മെനി കമ്പോണൻസ് പോസിബിൾ ആണ്. അതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ സീ വാട്ടർ ആണ്. ബട്ട് ഫോർ our convenience sake, we are going to discuss about binary solutions. Okay, now before moving ahead, I just want you guys to remember some terms. ഈ ടേംസ് എന്ന് പറയുന്നത് നിങ്ങൾ സൊല്യൂഷൻസ് എന്ന് പറയുന്ന ടോപ്പിക് അല്ലെങ്കിൽ ആസ് യു മൂവ് അഹെഡ് ആൻഡ് യു വിൽ ബി സ്റ്റഡിങ് കെമിസ്ട്രി, നിങ്ങളെല്ലാവരും ഈ ടേംസിനെ ഡെഫിനറ്റ്ലി യു വിൽ റീഡ് അബൌട്ട് ഇറ്റ്. And then I want you guys to understand what these things are. Okay, so the first one is true solutions. നമ്മൾ സാധാരണ നമ്മുടെ സൊല്യൂഷൻസ് ട്രൂ സൊല്യൂഷൻസ് ആണ് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, മീൻസ് what true solution is that അതിൻ്റെ സൊല്യൂട്ടിൻ്റെയും സോൾവെൻറ്റിൻ്റെയും particles എന്ന് പറയുന്നത് they mix so well that you can't even distinguish them. That's the situation, right? എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഷുഗർ സൊല്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ you can't identify once that's dissolved അതൊരു ട്രൂ സൊല്യൂഷൻ ആണ്. ഓക്കെ, നമുക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റത്തില്ല ഷുഗറും വാട്ടറിൻ്റെയും പാർട്ടിക്കിൾസ്, ഇറ്റ്സ് സോ മിക്സ്ഡ് വെൽ, റൈറ്റ്? സോ ദാറ്റ്സ് എ ട്രൂ സൊല്യൂഷൻ. പിന്നെ വരുന്നതാണ് എക്വസ് സൊല്യൂഷൻ. വേർഡിൽ തന്നെയുണ്ട് എക്വസ്. എക്വസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഇറ്റ്സ് സംതിങ് റിലേറ്റഡ് ടു വാട്ടർ. അതെന്തായാലും വെള്ളത്തിനെ റിലേറ്റ് ചെയ്താണ്. വി ഓൾ നോ ദാറ്റ് വാട്ടർ ഇസ് നോൺ ആസ് എ യൂണിവേഴ്സൽ സോൾവെന്റ്. ഓക്കെ, നമ്മളുടെ ഓൾമോസ്റ്റ് ഒത്തിരി എന്താ പറയുന്നത് സബ്സ്റ്റൻസസും വെള്ളത്തിൽ സോല്യൂബിൾ ആയിരിക്കും. ഓക്കെ, പക്ഷേ there are some things, some substances അത് വെള്ളത്തിൽ ഡിസോൾവ് ആകാൻ പറ്റത്തില്ല. അന്നേരം നമ്മൾ വേറെ ഏതെങ്കിലും സോൾവെന്റ് ആണ് യൂസ് ചെയ്യാൻ പോകുന്നത്, ലൈക്ക് ആൽക്കഹോൾ ആകാം. ഓക്കെ, or some organic solvents like carbon tetrachloride. Okay, so
whenever നമ്മൾ ഒരു സൊല്യൂഷനെ കൺസിഡർ ചെയ്യുമ്പം അതിൻ്റെ സോൾവെന്റ് വാട്ടർ ആണെങ്കിൽ that's an aqueous solution. അതേ സമയത്ത് if the solvent is not water, then it's non-aqueous solution. Okay, so these three words you need to keep it in your mind because you are going to constantly come across these words. Okay, now ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു നമ്മൾ ടൈപ്സ് ഓഫ് സൊല്യൂഷൻസിന് സ്പെസിഫിക്കലി ഒരു സ്റ്റഡി കാണുകയല്ല. So with when and where required, I'll be introducing different types of solutions. So this is the first time I'm going to introduce you to one section of that types of solution. So ഇത് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്ന ഈ സൊല്യൂഷൻസിന്റെ ടൈപ്പിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് ബേസ്ഡ് ഓൺ ദ സ്റ്റേറ്റ് ഓഫ് ദ സോൾവെന്റ് ഇൻ എ സൊല്യൂഷൻ ആണ്. ഞാൻ ഒരു സൊല്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ സോൾവെന്റിന്റെ സ്റ്റേറ്റ് സോളിഡ് ആണോ ലിക്വിഡ് ആണോ അതോ ഗ്യാസ് ആണോ എന്ന് ഡിപ്പെൻഡ് ചെയ്താണ് നമ്മൾ ഇവിടെ സൊല്യൂഷൻസിനെ ക്ലാസിഫൈ ചെയ്യാൻ പോകുന്നത് ആസ് സോളിഡ് സൊല്യൂഷൻസ്, ലിക്വിഡ് സൊല്യൂഷൻസ് ആൻഡ് ഗേഷ്യസ് സൊല്യൂഷൻസ്. ഓക്കെ, നമുക്ക് ഈ മൂന്ന് ടൈപ്സിനെയും ഫർദർ each of them we can classify further into three types. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ഇവിടെ നമ്മൾ സോൾവെന്റിന്റെ സ്റ്റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്താണ് സൊല്യൂഷൻസിനെ ക്ലാസിഫൈ ചെയ്തത്. അന്നേരം സോളിഡ് സൊല്യൂഷൻസ് എന്ന് പറയുമ്പം ആ സൊല്യൂഷന്റെ സോൾവെന്റ് എന്ന് പറയുന്നത് സോളിഡ് ആയിരിക്കും. ഓക്കെ, സോ the other component is solute, right? ആ solute എന്ന് പറയുന്നതിനും it can be either solid, it can be either liquid, or it can be in the gaseous form. Similarly liquid solution എന്ന് പറയുമ്പോഴും നമ്മളുടെ സോൾവെന്റ് എന്ന് പറയുന്നത് ലിക്വിഡ് ആണ്, റൈറ്റ്? പക്ഷെ സൊല്യൂട്ട് എന്ന് പറയുന്നത് സോളിഡ് ആകാം, ലിക്വിഡ് ആകാം, or it can be a gas. Okay, and similar is the case for gaseous solution as well. So നമുക്ക് ഈ മൂന്നെണ്ണത്തിൽ നിന്നും ഇവിടുന്ന് നമുക്ക് 3 പോസിബിലിറ്റി ഉണ്ട്, ഇവിടുന്ന് നമുക്ക് 3 പോസിബിലിറ്റി ഉണ്ട്, ഇവിടുന്ന് നമുക്ക് 3 പോസിബിലിറ്റി ഉണ്ട്. Okay, so there are 9 possibilities. Now you can find example for all these 9 cases. ഈ 9 കേസസിന് നിങ്ങൾക്ക് easily example നിങ്ങൾക്ക് നോക്കാം, ചെക്ക് ചെയ്യാം in any of the textbooks. Okay, so I don't want to waste time for that. We'll focus on the concepts here. Okay, so but do just go through the examples in from any of your textbooks or reference books. Okay, now once you get the examples, further നിങ്ങളുടെ സിലബസിൽ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ലിക്വിഡ് സൊല്യൂഷൻസിനെയാണ്. ഓക്കെ, ലിക്വിഡ് സൊല്യൂഷൻസിനെ ഫോക്കസ് ചെയ്താണ് ഫർദർ നിങ്ങളുടെ ടോപ്പിക്സ് നിങ്ങളുടെ സിലബസിൽ വരുന്നത്. ഓക്കെ, ലിക്വിഡ് സൊല്യൂഷൻസിൽ ഞാൻ പറഞ്ഞു 3 പോസിബിലിറ്റീസ് ഉണ്ട്. അത് ഡിപ്പെൻഡ് ചെയ്യും നമ്മളുടെ സൊല്യൂട്ടിന്റെ സ്റ്റേറ്റ് എന്താണ്. either it can be solid, it can be liquid, or it can be gas. അതിലും നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് സോളിഡ് in liquidലും liquid in liquidലുമാണ്. Okay, this is what you are going to study further. Okay, നിങ്ങൾ എന്താ പറയുന്നത് ലിക്വിഡ് സൊല്യൂഷൻസിൽ സോളിഡ് ഇൻ ലിക്വിഡും ലിക്വിഡ് ഇൻ ലിക്വിഡിനെ കുറിച്ചുമാണ് ഫർദർ നിങ്ങളുടെ സിലബസിൽ പഠിക്കാൻ പോകുന്നത്. I just want you guys to exactly know in which direction you are going. Okay, അല്ലാതെ vaguely you are just studying and you don't even have an overview of what you are doing. It doesn't make sense. So that's why I'm like before taking the topic or diving into the deep topics, I am giving you a detail that what exactly you are learning. Okay, so let's move ahead. Now നമുക്ക് നമ്മളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ദാറ്റ് ഇസ് കോൺസെൻട്രേഷൻ ഓഫ് എ സൊല്യൂഷനിലോട്ട് കടക്കാം. സോ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നതിനെ എക്സ്പ്രസ് ചെയ്യാൻ ഐ ജസ്റ്റ് ഹാവ് എ ഇമേജ് ഓവർ ഹിയർ, യു ക്യാൻ സീ ഇറ്റ്. ഓക്കെ, ഇതെന്ന് പറയുന്ന ഒരു പ്ലെയിൻ വാട്ടറിൻ്റെ ഗ്ലാസ് ആണ്. അതേസമയത്ത് ഈ 3 ഗ്ലാസ്സസിലും ഞാൻ പൊട്ടാഷ്യം പെർമാംഗനേറ്റ് ഡിസോൾവ് ചെയ്തിരിക്കുക. ഓക്കെ, so depending upon the amount of solute present in a solution, it can be called a dilute, this one, concentrated, say this one, or saturated solution. Okay, not specifically this elements I'm these diagrams I'm using for representing dilute, concentrated, or saturated, but then I just want to tell you guys that ഈ ഡയഗ്രാമിൽ നിങ്ങൾക്ക് നോക്കാം, ഇതിപ്പം ആദ്യത്തേതിനകത്ത് പൊട്ടാഷ്യം പെർമാംഗനേറ്റിന്റെ കോൺസെൻട്രേഷൻ ഒത്തിരി കൂടുതലാണെന്ന് നമുക്ക് പറയാം. ഓക്കെ,
ഇതിനകത്ത് പൊട്ടാഷ്യം പെർമാംഗനേറ്റിന്റെ കോൺസെൻട്രേഷൻ മോഡറേറ്റ് ആണെന്ന് നമുക്ക് പറയാം. ആൻഡ് നമുക്ക് പറയാം ഇതിൽ പൊട്ടാഷ്യം പെർമാംഗനേറ്റിന്റെ കോൺസെൻട്രേഷൻ വളരെ കുറവാണെന്ന് പറയാം. ബിക്കോസ് ഈ കോൺസെൻട്രേഷൻ കുറവും കൂടുതലാണെന്ന് പറയുന്നതിന്റെ ബേസിസ് എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ഗിവൺ സോൾവെന്റിൽ നമ്മൾ എത്ര സൊല്യൂട്ട് അതിൽ ഇടുന്നുണ്ടെന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇറ്റ്സ് ഓൾ ഓക്കെ. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ amount of solute present in that solution. Okay, so വളരെ കുറവായിരിക്കുമ്പോൾ നമ്മൾ പറയും സൊല്യൂഷൻസ് എന്ന് പറയുന്നത് ഡൈല്യൂട്ട് ആണ്. അതേ സമയത്ത് അത്യാവശ്യം നല്ല amount ഉള്ളപ്പോൾ നമ്മൾ പറയും നമ്മളുടെ സൊല്യൂഷൻ കോൺസെൻട്രേറ്റഡ് ആണ്. പിന്നെ ഒരു ലിമിറ്റ് ഉണ്ട്. ഒരു എടുത്തിരിക്കുന്ന ആ സൊല്യൂഷന് ഒരു ലെവൽ കഴിഞ്ഞാൽ സൊല്യൂട്ടിനെ ഡിസോൾവ് ചെയ്യാൻ പറ്റത്തില്ല. സോ അതിന്റെ മാക്സിമം amount ഓഫ് സൊല്യൂട്ടിനെ നമ്മൾ ആ സൊല്യൂഷനിൽ ഡിസോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയും ആ സൊല്യൂഷൻ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ആണ്. ഓക്കെ. And there is one more case, that is supersaturated solution, that I'll be discussing at the end of this video. Okay, so don't forget that I'll be discussing that at the end again. Okay, I'll get back to that because I need you guys to understand one more term and then only I can introduce you to supersaturated solution. That's okay. Now, so concentration എന്ന് പറയുന്നത് ഡിപ്പെൻഡിങ് അപ്പോൺ ദ amount of solute present in the solution ആണ് നമ്മൾ പറയുന്ന ഒരു സൊല്യൂഷൻ കോൺസെൻട്രേറ്റഡ് ആണോ അതോ അത് കോൺസെൻട്രേഷൻ കുറവാണെന്നുള്ളത്. ഓക്കെ. നൗ അന്നേരം കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻ നമുക്കൊരു ഒരു മാത്തമാറ്റിക്കൽ ഫോം കൊടുക്കണമെങ്കിൽ ഇറ്റ്സ് സംതിങ് ലൈക്ക് ദിസ്. ഇറ്റ് വിൽ ബി amount of solute, okay, divided by amount of solution or solvent. Okay, so you are dividing it by amount of solute is fixed and then you will be dividing it by amount of solution or it can be amount of solvent, and that amount for solute will be mass, whereas that and then for that of solution and solvent will be mass or volume. Okay, so both actually amount of solute എന്ന് പറയുമ്പം അതിന്റെ മാസും ആകാം or it can be volume, and amount of solution or solvent even that can be like we measure it in terms of either mass or volume. Maybe you are getting a bit confused. Don't worry, we'll discuss that more specifically. So let's move towards that. Yeah, ഞാൻ പറഞ്ഞായിരുന്നു നമ്മൾ ലിക്വിഡ് സൊല്യൂഷൻസിനെ കുറിച്ചാണ് ഫർദർ ഡീറ്റെയിൽ പഠിക്കാൻ പോകുന്നത്. ലിക്വിഡ് സൊല്യൂഷൻസിലും സോളിഡ് ഇൻ ലിക്വിഡും ലിക്വിഡ് ഇൻ ലിക്വിഡും ആണ് പഠിക്കാൻ പോകുന്നത്. സോ ദ ഫസ്റ്റ് വൺ വാസ് സോളിഡ് ഇൻ ലിക്വിഡ്. സോളിഡ് ഇൻ ലിക്വിഡിനകത്ത് സോളിഡ് നമ്മുടെ സൊല്യൂട്ട് ആണ്, ലിക്വിഡ് നമ്മുടെ സോൾവെന്റ് ആണ്. അന്നേരം സോളിഡ് ഇൻ ലിക്വിഡ് സൊല്യൂഷൻസിന്റെ കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ there are two ways we can do that. One is called mass by mass percentage and the second one is called mass by volume percentage. Mass by mass percentage ne നമുക്ക് mass percentage എന്നും പറയാം. So what is that? It's if you want to say that this is this like 15% mass percentage or something, that means mass of solute in grams dissolved in 100 gram of a solution. Okay, എന്ന് പറയുമ്പോൾ ഇത്രയും മാസ് പെർസെൻറ്റേജ് ആണെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു 100 gram സൊല്യൂഷനിൽ എത്ര ഗ്രാം സൊല്യൂട്ട് ഡിസോൾവ് ആണെന്നുള്ളതാണ് നമ്മളുടെ മാസ് പെർസെൻറ്റേജ്. ഓക്കെ. So if you check the mathematical form of it, mass percentage എന്ന് പറയുന്നത് equal ആണ് mass of solute, okay, in grams divided by mass of solution, okay, into 100. Okay, then mass by volume എന്ന് പറയുമ്പോഴത്തേക്ക് തന്നെ നമുക്കറിയാം mass is mass of solute dissolved in volume എന്ന് പറയുമ്പം 100 ml of solution. Okay, so here it was all about 100 gram of solution. Here you are checking for 100 ml of solution. So the equation will be mass by volume percentage is equal to mass of solute, okay, by mass of solution into 100. അന്നേരം മാസ് ഓഫ് സൊല്യൂഷൻ എന്ന് പറയും ഇവിടെ നമ്മുടെ ഡിഫറൻസ് വരുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ ഡിനോമിനേറ്ററിലാണ്. ഇവിടെ മാസ് ഓഫ് സൊല്യൂഷൻ ആണ്, ഇവിടെ വോള്യൂം ഓഫ് സൊല്യൂഷൻ ആണ്. ഓക്കെ. ആൻഡ് ദെൻ വൺ മോർ തിങ്, മാസ് ഓഫ് സൊല്യൂഷൻ അല്ലെങ്കിൽ വോള്യൂം ഓഫ് സൊല്യൂഷൻ എന്ന് പറയുമ്പം അതിൽ നമ്മളുടെ സൊല്യൂട്ട് പ്ലസ് സോൾവെന്റിന്റെ മാസ് അല്ലെങ്കിൽ അതിന്റെ വോള്യൂം ഇൻവോൾവ് ആണ്. സോ ഡോണ്ട് ഫോർഗെറ്റ് ദാറ്റ്. ഓക്കെ. നൗ ലെറ്റ്സ് സീ ആൻ എക്സാമ്പിൾ ടു അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ഇൻ എ ബെറ്റർ സെൻസ്. ഓക്കെ. ഞാൻ പറയുക 40 gram sugar is being dissolved in 320 grams of water. Okay, so according to നമ്മളുടെ mass percentage in the definition,
നമുക്ക് ഫിഗർ ഔട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ 100 gram ഓഫ് ദിസ് സൊല്യൂഷനിൽ എത്ര ഗ്രാം ഷുഗർ ഉണ്ടെന്നുള്ളതാണ്. ഓക്കെ, സോ നമുക്കറിയാം 40 gram ഷുഗർ ഉണ്ട് ആൻഡ് ദാറ്റ്സ് being dissolved in 320 gram of water. അന്നേരം ടോട്ടൽ മാസ് എത്രയായി? 360 grams. So ടോട്ടൽ ഷുഗർ സൊല്യൂഷന്റെ മാസ് എന്ന് പറയുന്നത് 360 gram ആണ്. അന്നേരം 360 gram സൊല്യൂഷനിൽ 40 gram ഷുഗർ ഉണ്ട്. ഓക്കെ, സോ 100 gram സൊല്യൂഷനിൽ 40 by 360 into 100 gram solutions ഉണ്ട്. Okay, so since you're multiplying it with 100, like we are considering for 100 gram, even you can say it in terms of percentage. Okay, so ഈ 11.1 percentage എന്ന് പറയുന്നത് mass percentage ആണ്. Okay, or you can even say that 11.1 gram of sugar is dissolved in 100 gram of sugar solution. Okay, so from here itself, it's a simple unitary method that I have used rather than directly substituting in the equation. Equation le direct value substitute ചെയ്യാതെ ഞാൻ ഒരു simple unitary method കാണിച്ചു തരുക. So from there itself you can derive your formula. Okay, ഇതാണ് നമ്മൾ 100 gram solution എത്ര weight ഉണ്ടെന്നുള്ളതായിരുന്നു നമ്മളുടെ mass percentage എന്ന് പറയുന്ന കോൺസെപ്റ്റ് തന്നെ. അന്നേരം നോക്കിയേ, this is the mass of solute. അതാണ് ഈ ഇക്വേഷനിൽ ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. This is the mass of the solution. That is what you are supposed to substitute over here into 100. Got it? So this is how you get the equation also. Very simple. In a similar fashion, you can figure out how to do the same for mass by volume percentage as well. Okay, so let's move ahead. Now we'll be discussing about liquid in liquid solution. എന്ന് പറയുമ്പോൾ നമ്മളുടെ സോൾവെന്റും സൊല്യൂട്ടും രണ്ടും ലിക്വിഡ് സ്റ്റേറ്റിലാണ്. ഓക്കെ, അന്നേരം അതിനെ എക്സ്പ്രസ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് വോള്യൂം ബൈ വോള്യൂം പെർസെൻറ്റേജ്, അല്ലെങ്കിൽ നമ്മൾ അതിനെ വോള്യൂം പെർസെൻറ്റേജ് എന്നും പറയും. എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഓൾ അബൌട്ട് എത്ര വോള്യൂം ഓഫ് സൊല്യൂട്ട് ഇൻ എം എൽ ആണ് ഡിസോൾവ്ഡ് 100 ml ഓഫ് സൊല്യൂഷനിൽ. ഓക്കെ, വെരി സിമിലർ ടു ദ പ്രീവിയസ് വൺ. സോ വോള്യൂം പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ഈക്വൽ ആണ് വോള്യൂം ഓഫ് സൊല്യൂട്ട് divided by volume of solution into 100. Okay, so it's very simple, right? Now one more important thing, നമ്മൾ മൂന്ന് വേവ്സ് പഠിച്ചു. സോളിഡ് ഇൻ ലിക്വിഡിന് നമ്മൾ രണ്ട് പാരാമീറ്റേഴ്സ് യൂസ് ചെയ്ത് കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യും. ഒന്നാണ് weight by weight, that is mass by mass, and then weight by volume. Okay, and then liquid in liquidന് നമ്മൾ യൂസ് ചെയ്യുക volume by volume. Okay, now if suppose നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യനിൽ ഇതിൽ ഈ ഏത് നമ്മൾക്ക് പെർസെൻറ്റേജ് തന്നിട്ടുണ്ട്, ഇറ്റ്സ് ഓൾ ത്രീ ഓഫ് ദം ഗിവിംഗ് പെർസെൻറ്റേജ്, റൈറ്റ്? നമുക്ക് പെർസെൻറ്റേജ് തന്നിട്ടുണ്ട്, പക്ഷെ നമ്മളോട് സ്പെസിഫിക്കലി പറഞ്ഞിട്ടില്ല ഇതിൽ ഏത് പാരാമീറ്ററിൻ്റെ ആണ് ആ വാല്യൂ എന്ന്. സോ യു ആർ എക്സ്പെക്റ്റഡ് ദാറ്റ് you consider it to be weight by weight if it is not mentioned in the question. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യനിൽ ഞാൻ പറഞ്ഞ 15% solution of something, I don't know അത് weight by weight ആണോ അതോ it's weight by volume. So തന്നിട്ടില്ലാത്തപ്പം you just need to assume that it's weight by weight. Okay, yeah. Now let's see one example to understand this formula. Okay, so ഞാൻ പറയുവാണ് 15 ml ആൽക്കഹോളിനെ ഞാനൊരു 70 ml വാട്ടറിനകത്തോട്ട് ആഡ് ചെയ്തു. Okay, now I need to know the concentration. So first of all, what type of solution it is? നമ്മളുടെ solute എന്ന് പറയുന്ന alcohol, which is in less amount, is a liquid, and then the 70 ml solvent, which is more in amount, that's why it's a solvent, is again a liquid. So ഇതൊരു liquid in liquid solution ആണ്, that right? Then അതിൽ നമുക്ക് concentration find ചെയ്യണമെങ്കിൽ volume percentage ആണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. And volume percentage simple formula എന്ന് പറയുന്നത് volume of solute by volume of solution into 100 ആണ്. You just need to substitute that. So volume of solute എന്ന് പറയുന്നത് 5 ml ആണ്. Volume of solution എന്ന് പറയുന്നത് 70 അല്ല, 70 plus 5, 75 ml into 100. So this is the volume percentage, or you can say that 6.66 ml alcohol is dissolved in 100 ml of water. Now നമ്മൾ പ്രീവിയസ് എക്സാമ്പിളിൽ നോക്കിയായിരുന്നു, നമുക്ക് യൂണിറ്ററി മെത്തേഡിൽ ഇക്വേഷൻ കിട്ടാം. You can use even that similarly to get this equation. Okay, so I hope you are clear with the three parameters that you have learned till now. One is mass percentage, another one is mass by volume percentage, and the third one is volume percentage. Okay, so now let's check out some numericals.
Now, when I say numericals, many of you find doing numericals very difficult. You just will be like, oh my god, where am I stuck? Actually, numericals ne പേടിക്കേണ്ട ആവശ്യമില്ല. Numericals എന്ന് പറയുന്നത് വളരെ easy ആണ്. With practice, you can really score well in numericals. Numericals എന്ന് പറയുന്നത് seriously നിങ്ങൾക്ക് score ചെയ്യാൻ പറ്റിയ ഒരു best option ആണ് നിങ്ങളുടെ question paper. So, I think it's very easy. And ഞാൻ ഇവിടെ 3 types of numericals discuss ചെയ്യും. എല്ലാം ഓരോ വെറൈറ്റി ആണ് ഈ ടോപ്പിക്കിൽ നിന്ന്. നമ്മൾ ആകെ 3 ഫോർമുലാസേ പഠിച്ചിട്ടുള്ളൂ. ആ 3 ഫോർമുലാസ് വെച്ച് 3 വെറൈറ്റി ക്വസ്റ്റ്യൻസ് ഞാൻ ചെയ്യും. ആൻഡ് ട്രൈ ഡൂയിങ് സിമിലർ ക്വസ്റ്റ്യൻസ് ഇൻ ഈച്ച് ടൈപ്പ്. ആൻഡ് നിങ്ങൾക്ക് ഈസിലി ഏത് ക്വസ്റ്റ്യൻ ആണെങ്കിലും പിന്നെ ചെയ്യാൻ പറ്റും. ഓക്കെ, ന്യൂമെറിക്കൽസ് ഇസ് ഓൾ അബൌട്ട് പ്രാക്ടീസ്. കുറെ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് യു വിൽ ഗെറ്റ് യൂസ് ടു ഇറ്റ് ആൻഡ് ദെൻ യു വിൽ എൻജോയ് ഇറ്റ്. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഓക്കെ, സോ ഞാനിവിടെ സൈഡിൽ നമ്മൾ ഇപ്പോൾ വരെ പഠിച്ച 3 ഫോർമുലാസും മെൻഷൻ ചെയ്തിട്ടുണ്ട്. Okay, so that you can have a reference when I am discussing the numericals. I'll be mentioning it, which equation I'm using. This is the first equation that we learned. This is the second equation that we learned, and this is the last and final third equation that we learned. So നമുക്ക് ആദ്യത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എക്സാമിനർ ഒരു ക്വസ്റ്റ്യൻ ഇടും ദാറ്റ് you are supposed to make a solution. Okay, അന്നേരം ആ സൊല്യൂഷൻ നിങ്ങൾക്ക് എത്ര amount ആ സൊല്യൂഷൻ വേണമെന്നും ആ സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ എന്നായിരിക്കും എന്ന് എക്സാമിനർ പറയും. ആൻഡ് യു ആർ എക്സ്പെക്റ്റഡ് ടു കാൽക്കുലേറ്റ് ദാറ്റ് ആ സൊല്യൂഷനിലെ രണ്ട് കമ്പോണൻസ് ദാറ്റ് ഇസ് സൊല്യൂട്ട് ആൻഡ് സോൾവെൻറ്റ് നമുക്ക് എത്ര amountൽ എടുക്കണം, സോ ദാറ്റ് വി ഗെറ്റ് ദിസ് മച്ച് amount of solution with this much concentration. That is the first type of solution that, the first type of question that can be asked from this topic. Okay, so let's see an example. So the question is something like this: calculate the mass of glucose and mass of water required to make 250 grams of 25% solution of glucose. അന്നേരം നമ്മളുടെ ഇവിടെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഗ്ലൂക്കോസ് സൊല്യൂഷൻ ആണ്. ഓക്കെ, നമുക്ക് ഉണ്ടാക്കേണ്ടതെന്ന് പറഞ്ഞാൽ 250 ഗ്രാം ഒരു സൊല്യൂഷൻ ഉണ്ടാക്കണം ഗ്ലൂക്കോസിൻ്റെ വിത്ത് കോൺസെൻട്രേഷൻ 25%. ഓക്കെ, അന്നേരം നമ്മുടെ സൊല്യൂട്ട് എന്ന് പറയുന്നത് ഗ്ലൂക്കോസ് ആണ്, വെരി ക്ലിയർ. ആൻഡ് ദെൻ സോൾവെൻറ്റ് ഇസ് വാട്ടർ. ഇപ്പം നമുക്ക് ഇവിടെ 25% സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അവർ മെൻഷൻ ചെയ്തിട്ടില്ല വെയിറ്റ് ബൈ വെയിറ്റ് ആണോ അതോ വെയിറ്റ് ബൈ വോള്യൂം ആണോ അതോ വോള്യൂം ബൈ വോള്യൂം ആണോ. സോ ഐ മെൻഷൻ ഈവൻ ബിഫോർ, അങ്ങനെ മെൻഷൻ ചെയ്യാത്തപ്പം യു ജസ്റ്റ് നീഡ് ടു കൺസിഡർ ഇറ്റ് ആസ് mass by mass percentage or volume by volume. Okay, so now you know that നമ്മളുടെ സൊല്യൂഷൻ്റെ വെയിറ്റ് നമുക്ക് എത്ര വേണമെന്ന്. ഇറ്റ്സ് 250. So first of all, before going to that, it's all about mass by mole percentage, right? So it's all about equation 1. Now check that ഈ ഇക്വേഷനിൽ നമ്മുടെ കയ്യിൽ എന്തൊക്കെ ഉണ്ടെന്നുള്ളത്. അവർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഉണ്ടാക്കേണ്ട സൊല്യൂഷൻ്റെ മാസ് എന്ന് പറയുന്നത് 250 ഗ്രാം സൊല്യൂഷനാണ് നമുക്ക് ഉണ്ടാക്കേണ്ടത്. അന്നേരം നമുക്ക് മാസ് ഓഫ് സൊല്യൂഷൻ അറിയാം. ഓക്കെ, നമുക്ക് ഉണ്ടാക്കേണ്ടത് 25% സൊല്യൂഷനാണ്, നമുക്ക് മാസ് പെർസെൻറ്റേജും അറിയാം. ആൻഡ് ദെൻ യു ജസ്റ്റ് ഡോണ്ട് നോ മാസ് ഓഫ് സൊല്യൂട്ട്, റൈറ്റ്? അന്നേരം നമുക്ക് ഇവിടെ മാസ് പെർസെൻറ്റേജും മാസ് ഓഫ് സൊല്യൂഷനും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈസിലി യു ക്യാൻ കാൽക്കുലേറ്റ് മാസ് ഓഫ് സൊല്യൂട്ട്, റൈറ്റ്? മാസ് ഓഫ് സൊല്യൂട്ട് കിട്ടിക്കഴിഞ്ഞാൽ മാസ് ഓഫ് സൊല്യൂഷനിൽ നിന്ന് നമ്മൾ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാസ് ഓഫ് സോൾവെൻറ്റും കിട്ടും, ദാറ്റ് ഇസ് മാസ് ഓഫ് വാട്ടർ. വെരി ഈസി, ദാറ്റ്സ് വാട്ട് യു ഹാവ് ടു ഡു. സോ ജസ്റ്റ് കൺസിഡർ ദ മാസ് ഓഫ് സൊല്യൂട്ട് ടു ബി എക്സ് and then just substitute the given value in equation 1 and solve for x, and then you will get x as 62.5 gram. So to make 250 gram 25% solution of glucose, you need to take 62.5 gram of glucose. Okay, and then one more step is remaining. I have not done it here. What you are supposed to do, you are even supposed to calculate the mass of water. അതിന് നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് മാസ് ഓഫ് സൊല്യൂട്ട് അറിയാം. മാസ് ഓഫ് സൊല്യൂഷൻ എന്ന് പറയുന്നത് 250 ഗ്രാം ആണ്. 250 ഗ്രാം മൈനസ് 62.5 ഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാസ് ഓഫ് സോൾവെന്റ് ദാറ്റ് ഈസ് വാട്ടറും കിട്ടും. ഈസി. സോ ദിസ് ഇസ് for the first type of numerical that can be asked. Okay, now let's move on to the second type. Okay, ഇതിൽ എന്താന്ന് വെച്ചാൽ ഒരു സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്ന എക്സാമിനറിന് ചോദിക്കാൻ പറ്റുന്ന എന്താന്ന് വെച്ചാൽ ഒരു രീതിയിലുള്ള നമുക്ക് 3 രീതിയിൽ കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യാം. ഏതെങ്കിലും ഒരു രീതിയിൽ they will express the concentration of a solution and they'll ask you
to calculate the concentration in a different term. എന്ന് പറഞ്ഞാൽ ഇപ്പം മാസ് ബൈ മാസ് പെർസെൻറ്റേജ് തന്നിട്ട് നിങ്ങളോട് ചോദിക്കാം അതിൻ്റെ തന്നെ ആ സൊല്യൂഷൻ്റെ തന്നെ മാസ് ബൈ വോള്യൂം കാൽക്കുലേറ്റ് ചെയ്യാം. Okay, so it's all about interconverting. Okay, so let's check one example. So the question is, find out the mass by volume percentage of 15% solution of sulfuric acid. So നമുക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്നത് find out the mass by volume percentage ആണ് ചോദിച്ചിരിക്കുന്നത്. So you need to figure out what the mass by volume percentage is for 15% mass by mass solution of sulfuric acid. എന്നുവെച്ചാൽ ഇവിടെ 15% solution എന്ന് പറയുമ്പോൾ അവർ മെൻഷൻ ചെയ്തിട്ടില്ല അത് ഏതാ പാരാമീറ്റർ എന്ന്. So you have to consider it as mass by mass. Okay, so the aim is converting mass by mass to mass by volume. Okay, so നമ്മളോട് 15% mass by mass solution of sulfuric acid എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് yeah, before that, what is the solute? Solute is sulfuric acid, H2SO4, and solvent is water. Okay, now 15% solution of H2SO4 എന്ന് പറയുമ്പോൾ തന്നെ from the definition of mass percentage, you can say that 15 gram H2SO4 dissolved on 100 gram of solution. Okay, right? Now, നമുക്ക് സൊല്യൂഷൻ്റെ മാസ് അറിയാം, നമുക്ക് സൊല്യൂഷൻ്റെ ഡെൻസിറ്റി ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. സോ ഇറ്റ്സ് വെരി ഈസി ടു കാൽക്കുലേറ്റ് ദ വോള്യൂം ഓഫ് സൊല്യൂഷൻ അല്ലേ. എന്നുവെച്ചാൽ എന്തുകൊണ്ടാണ് നമുക്ക് വോള്യൂം ഓഫ് സൊല്യൂഷൻ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് മാസ് ബൈ വോള്യൂം പെർസെൻറ്റേജ് ആണ്. സോ വിൽ ഗോ ടു ഇക്വേഷൻ 2. In equation 2, you need volume of solution. See, mass of solution you know, that's 15 gram. പക്ഷേ you don't know the volume of solution. Volume of solution ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് mass of solution അറിയാം, that is 100 grams. പക്ഷെ നമുക്ക് അതിൻ്റെ വോള്യൂം അറിയത്തില്ല. But questionൽ നമുക്ക് density തന്നിട്ടുണ്ട്, and density is equals to mass by volume. From that equation easily you know the density, you know the mass, so you can easily calculate volume. So volume of solution എന്ന് പറയുന്നത് mass of solution by density of solution ആണ്. So mass of solution എന്ന് പറയുന്നത് 100 divided by density of solution എന്ന് പറയുന്നത് 1.02. So that's equal to 98.04 ml. So that is the volume of 100 gram of H2SO4 solution. So now you have volume. So you just need to substitute the mass of solute and the volume of solution. That's what we are going to do here. Okay. So നമ്മൾ ഇവിടുന്ന് വോള്യൂം എടുത്ത് നമ്മൾ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സോ ഇറ്റ് വിൽ ബി 15 by 98.04 into 100, so 15.3%. So 15% mass by mass sulfuric acid solution എന്ന് പറയുന്നതിന് നമ്മൾ വോള്യൂം മാസ് ബൈ വോള്യൂം പെർസെൻറ്റേജിലോട്ട് കൺവേർട്ട് ചെയ്ത് കഴിയുമ്പം the concentration is 15.3%. Okay, so this is the second type of question, interconversion. Okay, so now let's move ahead to the third type of question. Okay, ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻ എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഒരു സ്റ്റോക്ക് സൊല്യൂഷൻ തന്നിട്ട് വേണം. സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ മെയിൻ ആയിട്ടുള്ള സൊല്യൂഷൻ. ഓക്കെ, അതിൻ്റെ നമുക്ക് അവർ കോൺസെൻട്രേഷൻ പറയും, എത്രയാണ് അതിൻ്റെ കോൺസെൻട്രേഷൻ എന്നും പറഞ്ഞു തന്നിരിക്കും. പിന്നെ നമ്മളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോസിബിലിറ്റി എന്ന് വെച്ചാൽ അതിൽ നിന്ന് കുറച്ച് എമൗണ്ട് എടുത്ത് കഴിഞ്ഞാൽ അതിൽ എത്ര മാസ് ഉണ്ട് സൊല്യൂട്ടിൻ്റെ, അല്ലെ അതിൻ്റെ എത്ര വോള്യൂം ഉണ്ട് സൊല്യൂട്ടിൻ്റെ. That's all possible questions. Okay, so this is that sort of a question. അന്നേരം നമുക്ക് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം, അന്നേരം you will understand better. Calculate the mass of H2SO4 present in 100 ml of 15% mass by mass solution of H2SO4. Sorry, I missed it out. Okay, so നിങ്ങളുടെ ഉള്ള എന്താണെന്ന് വെച്ചാൽ you have a 15% mass by mass solution of H2SO4 in this big glass. Okay, or in a big container, you have H2SO4 solution and അതിൻ്റെ concentration എന്ന് പറയുന്നത് 15% ആണ്. ആൻഡ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം മാസ് ഓഫ് H2SO4 present in 100 ml of that solution. അന്നേരം ഈ 15% H2SO4 സൊല്യൂഷനിൽ നിന്ന് നമ്മളൊരു 100 ml എടുത്ത് വേറൊരു കണ്ടെയ്നറിലോട്ട് ഇട്ടെന്ന് വെച്ചു. സോ ഈ കണ്ടെയ്നറിൽ ഇപ്പം 100 ml of this solution is there. Now what you need to figure out is ഈ 100 ml സൊല്യൂഷനിൽ H2SO4 ഉണ്ടല്ലോ, ആ H2SO4ൻ്റെ മാസ് എത്രയാണെന്നുള്ളതാണ് നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ
First of all, 15% solution of H2SO4 എന്ന് പറയുമ്പോൾ തന്നെ it's that 100 gram solutionൽ 15 gram H2SO4 ഉണ്ട്. Okay, so now നിങ്ങൾക്ക് ഇതിപ്പം നമ്മൾ ഗ്രാംസിലാണ് 100 ഗ്രാംസിൽ നമുക്കറിയാം ഈ സൊല്യൂഷനിൽ 15 gram H2SO4 ഉണ്ടെന്ന്. പക്ഷെ നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ 100 ml എത്ര H2SO4 ഉണ്ടെന്നാണ്. ഓക്കെ, സോ നമുക്ക് ഇതിപ്പം നമ്മളുടെ വോള്യൂം ടേംസിലാണ്. We can convert it into mass, right? Because density is given. So density is equal to mass by volume. So you know the density, you know the volume to be calculated, that is 100 ml. So easily you can calculate the mass for 100 ml of that solution. So 100 ml ന്റെ mass എന്ന് പറയുന്നത് for this particular concentration will be 110 grams. So 100 grams 100 grams 15% solution 15 gram of sulfuric acid ഉണ്ടെങ്കിൽ 110 grams of 15% solution 15 by 100 into 110 grams, that is equals to 16.5 gram H2SO4 ഉണ്ട്. That means നമ്മൾ ഈ 15% H2SO4 സൊല്യൂഷനിൽ നിന്ന് 100 gram എടുത്ത് വേറൊരു കണ്ടെയ്നറിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ ആ 100 gram കൺസിസ്റ്റ് ചെയ്യുന്നത് 16.5 gram of H2SO4 ആണ് and remaining water. Okay, very simple. So these are the three types of numericals that covers this three equations, all the possibilities. Okay, so you just need to figure out and categorize more questions and try doing it by yourself. I would suggest that spend some good time doing numericals. Okay, that will help you understand the concepts also well. Directly, one more suggestion, directly numericals ne equation load substitute like blindly rather than substituting, try to understand what's going on in that question. Okay, that will help you immensely. Now let's move ahead. This is the last topic that we are going to discuss in this video. It's all about solubility. So solubility nu parayunnathu aanu, let's define it. So it's the maximum amount of solute in grams which can be dissolved in 100 grams of the solvent at a given temperature to form a saturated solution is called the solubility of the solute in that solvent at that particular temperature. So solubility എന്ന് പറയുന്നത് നമുക്ക് maximum solute in grams എത്ര നമുക്ക് maximum solute നെ 100 gram of solvent, not solution, okay, solvent ൽ 100 gram solvent എടുത്തു കഴിഞ്ഞാൽ അതിൽ എത്ര gram maximum നമുക്ക് solute നെ dissolve ചെയ്യാന്നുള്ളതാണ് ഒരു particular given temperature ൽ അതിന്റെ solubility എന്ന് പറയുന്നത്. Okay, now solubility depends upon two things, pressure and temperature. So നമ്മൾ ഇവിടെ രണ്ട് type of solutions പഠിക്കുന്നുണ്ടായിരുന്നു, solid in liquid and gas in liquid. So solubility of solid in liquid എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is directly proportional to temperature. Means temperature കൂട്ടിക്കഴിഞ്ഞാൽ solubility കൂടും, temperature കുറച്ച് കഴിഞ്ഞാൽ solubility കുറയും. ഇപ്പം ഒരു 30 degree Celsius ഞാൻ പറയുക I have a saturated solution. Saturated solution എന്ന് പറയുമ്പോൾ maximum amount of solute is dissolved in that solution, okay, of that 100 gram of it. Now 30 degree Celsius ഉള്ള ആ സൊല്യൂഷനെ ഞാൻ ഹീറ്റ് ചെയ്ത് 50 degree Celsius ആക്കി കഴിഞ്ഞാൽ now it won't remain as a saturated solution. ഇപ്പോൾ അത് saturated solution അല്ല. 30 degree Celsius അത് saturated solution ആയിരുന്നു, പക്ഷെ അതിനെ ഞാൻ 20 degree Celsius റേസ് ചെയ്ത് 50 degree Celsius ഹീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇപ്പോൾ ആ സൊല്യൂഷൻ എന്ന് പറയുന്നത് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ അല്ല, ഇറ്റ് ബിക്കംസ് അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ. വൈ? ബിക്കോസ് ടെമ്പറേച്ചർ റേസ് ആയി. ടെമ്പറേച്ചർ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സോളിബിലിറ്റി ഓഫ് സോളിഡ് ഇൻ എ ലിക്വിഡ് സൊല്യൂഷൻ, ആൻഡ് ദാറ്റ്സ് വൈ now it can dissolve, its solubility increases, it can dissolve more of solute in it. Okay, then വേറൊരു കാര്യം നിങ്ങൾ നോട്ടീസ് ചെയ്യുന്നുണ്ട്, ഞാൻ solubility of gas in liquidനകത്ത് പ്രഷറും ടെമ്പറേച്ചറും രണ്ടും യൂസ് ചെയ്യുന്നുണ്ട് ടു എക്സ്പ്രസ് ഹൗ ഇറ്റ് ഡിപ്പെൻഡ്സ്. പക്ഷെ solubility of solid in liquidൽ നമ്മൾ ടെമ്പറേച്ചർ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ, വി ആർ നോട്ട് യൂസിങ് ദ പ്രഷർ ടേം. വൈ? ബിക്കോസ് ഗ്യാസസിനെ നമുക്ക് കംപ്രസ് ചെയ്യാൻ ഇറ്റ്സ് ഈസി, solid and liquid are less compressible. You learned about it in states of matter. Okay, so there won't be an appreciable effect when you apply pressure and all that. So that's why we are not having that parameter for this case. അതേ സമയത്ത് gases, you all know that it's very compressible.
So solubility of gas in liquid sort of solution la nammal rendu parameter consider cheyum, that is pressure and temperature. So solubility of gas in liquid inde liquid nu parayunnathu is directly proportional to pressure, means pressure increase cheyyumbom solubility koodum, pressure korayumbom solubility korayum. The best example is your soft drinks. നമ്മൾ എല്ലാവരും കുടിക്കുന്ന സോഫ്റ്റ് ഡ്രിങ്ക്സിനകത്ത് കാർബൺ ഡയോക്സൈഡ് ഡിസോൾവ് ആണ്. നമ്മൾ അതിനെ സീൽ ചെയ്ത് ബോട്ടിൽ വെക്കുമ്പോൾ വരെ ഇറ്റ്സ് ഇൻ ഹൈ പ്രഷർ ആയിരിക്കുമ്പോൾ കാർബൺ ഡയോക്സൈഡ് നമ്മളുടെ സോഫ്റ്റ് ഡ്രിങ്കിൽ നല്ലതായിട്ട് ഡിസോൾവ് ആയിരിക്കും. പക്ഷെ നിങ്ങൾ അതിന്റെ ക്യാപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ പ്രഷർ പെട്ടെന്ന് റിഡ്യൂസ് ആവുകയാണ് ചെയ്യുന്നത്. പ്രഷർ റിഡ്യൂസ് ആകുമ്പോൾ അതിന്റെ സോളിബിലിറ്റി കുറയും. അന്നേരം നിങ്ങൾ ഈ ഫിസ് കാണുന്നത് നിങ്ങളുടെ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഓപ്പൺ ചെയ്യുമ്പം കാണുന്ന ഫിസി that phenomenon, that's because carbon dioxide ഉള്ള pressure കുറഞ്ഞപ്പോൾ അതിന്റെ solubility കുറഞ്ഞു, and that's why it's escaping out. Okay, then the second parameter is temperature. Temperature is means solubility of gas in liquid, that sort of a solution. Solubility is inversely proportional to temperature. എന്ന് പറഞ്ഞാൽ കുറവ് ടെമ്പറേച്ചർ ആയിരിക്കുമ്പോൾ solubility കൂടുതലായിരിക്കും, ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ solubility കുറവായിരിക്കും. Okay, now in previous sections I said that I'll be discussing about saturated solution at the end. So now I can discuss about that as well, because I just wanted you guys to know the concept of solubility. Now saturated solution നമുക്കറിയാം, ഒരു particular given temperature ഒരു 100 gram solvent maximum നമുക്ക് solute എത്ര ഇടാൻ പറ്റുമോ അതിട്ട് കഴിഞ്ഞാൽ അത് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ആവും. പക്ഷെ നമുക്കറിയാം ടെമ്പറേച്ചർ റേസ് കഴിഞ്ഞാൽ ആ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ അൺസാച്ചുറേറ്റഡ് ആയി മാറും. സോ നമ്മൾ ടെമ്പറേച്ചർ റേസ് ചെയ്ത് അതിൽ കൂടുതൽ സൊല്യൂട്ട് ഡിസോൾവ് ചെയ്യാൻ നമ്മൾ നോക്കും. ഓക്കെ, നമ്മൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് സഡൻലി ടെമ്പറേച്ചർ പിന്നെയും റിവേഴ്സ് കൂൾ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ സഡൻലി കൂൾ ചെയ്യുമ്പോഴത്തേക്ക് അഗെയിൻ the expected thing is that extra solute should come out, but there are cases where that solute for a time, say that's an unstable case, but it won't come out immediately, it remains dissolved, and that sort of a solution is known as supersaturated solution. And supersaturated solutions are they are unstable. Okay, for a maybe it may not come out immediately ആ solute, പക്ഷെ ഇപ്പോൾ നമ്മൾ എക്സ്റ്റേണലി ആ ഒരു സൊല്യൂട്ടിന്റെ ഒരു ക്രിസ്റ്റൽ അതിനകത്ത് ഇട്ടിട്ട് കഴിയുമ്പോഴത്തേക്ക് യു ക്യാൻ ഇമ്മീഡിയറ്റ്ലി സീ that solute crystals extra more and more of solute crystals are coming out. So it's something unstable. നമ്മൾ പുറത്തുനിന്ന് ഒരു instability ഇട്ട് കഴിയുമ്പോൾ that triggers it, and it gets those extra solute in the crystal form rather than being dissolved. Okay, so that's all about supersaturated solution. So that's all for today. Yeah, this is a very important topic, so don't forget to study it before any of your exams, and do understand the concepts well and practice a lot of numericals. So that's all. So don't forget to like, share and subscribe. Thank you.